ഇതുപോലെ തുടങ്ങും. നാളെ വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ ജുമാ നിസ്കരിക്കണ്ട എന്ന് പറയാൻ ഒരു കൂട്ടരോർക്ക് എല്ലാം മുടക്കുകയാണ്. മുടക്കികളുടെ ഒരു ലോകം. അങ്ങനെ നമ്മൾ മുടക്കികളാകാൻ പാടില്ല. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം നമുക്ക് സുന്നത്ത് മുഅക്കദത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുകയും വേണം, അതോടുകൂടെ തന്നെ ജുമഅയും നിസ്കരിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് മദീന ശരീഫിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, അവർ ആ നാട്ടുകാരാണ്. ആ മദീന ശരീഫിൽ ജീവിക്കുന്ന ആളുകൾക്ക്, അവിടെയുള്ളവർക്ക് ജുമഅ നിർബന്ധമാകും. എന്നാൽ മദീനയുടെ അപ്പുറത്ത്, ആലിയ, ആ നാട്ടിന്റെ അപ്പുറത്ത് കുറേ ദൂരെ താമസിക്കുന്നവരുണ്ട്. നമ്മളെ ഇവിടെയും നമ്മളെ അറേബ്യൻ നാടുകളുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അത് പെട്ടെന്ന് ചിലപ്പോ അറേബ്യൻ നാടുകളിൽ പോകാത്തവർക്ക് മനസ്സിലാവില്ല. ഒരു സ്ഥലത്ത് ഒരു നാട്, ആ പ്രദേശത്ത് കുറെ ജനങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ കുറെ സ്ഥലം മരുഭൂമിയായിരിക്കും, ഒന്നും ഒരാളും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നൊരു നാട്, അത് കഴിഞ്ഞിട്ട് പിന്നൊരു നാട്, കുറെ സ്ഥലം കാലി, ഇങ്ങനെയാണ്. അങ്ങനെ വരുമ്പോ ഈ നാട്ടിന്റെ അങ്ങേ തലക്ക് ഇവിടെ ജുമയുണ്ട്. ആ തലക്കുന്ന് ബാങ്ക് കൊടുത്താൽ ഈ മരുഭൂമിയുടെയും അപ്പുറത്തെ നാട്ടിൽ ജീവിക്കുന്ന താമസിക്കുന്ന ആളുകൾക്ക് ബാങ്ക് കേൾക്കുമെങ്കിൽ അവരിങ്ങോട്ടേക്ക് ജുമക്ക് വരേണ്ടി വരും. അവിടെ 40 ആളുകളില്ലെങ്കിൽ അവരിവിടെ വരേണ്ടി വരും. ഇനി അവിടെ അവർക്ക് ഒരു പ്രത്യേക നാടായി തന്നെ ഉണ്ടെങ്കിൽ അവിടെ ജുമ സ്ഥാപിക്കേണ്ടി വരും. അങ്ങനെ ദൂരങ്ങളിൽ താമസിക്കുന്നവർ, ഇന്നത്തെ കാലം പോലെ സൈക്കിളും എടുത്ത് അതുപോലെ കാറും എടുത്ത് വരുന്ന കാലമല്ല, നടന്നു വരികയാണ്. മണിക്കൂറുകൾ നടന്നു വരികയാണ്, മരുഭൂമിയിലൂടെ നടന്നു വരികയാണ്. അങ്ങനെ മരുഭൂമിയിലൂടെ അതുപോലെ മലയും മറ്റൊക്കെ താണ്ടി നടന്നു വരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മദീനയിൽ ജുമയുണ്ട്. അവിടത്തേക്ക് മദീനയുടെ പുറത്തുള്ള സ്ഥലത്ത് നിന്ന് വളരെ കഷ്ടപ്പെട്ട് വരുന്നു പെരുന്നാൾ നിസ്കരിക്കാൻ. അവരിനി പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി തിരിച്ച് വീണ്ടും പള്ളിയിലേക്ക് വരിക എന്ന് പറയുന്നത് അതവർക്ക് എടുക്കാൻ കഴിയാത്ത സംഗതിയാണ്. അങ്ങനത്തെ ഒരു ചുറ്റുപാടുള്ള നാട്ടിന്റെ അഥവാ ജനങ്ങൾ താമസിക്കുന്ന രാജ്യത്തിന്റെ പുറം സ്ഥലത്ത് പോയി താമസിക്കുന്ന കക്ഷികളോട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഇനി നിങ്ങൾ ജുമഅക്ക് കഷ്ടപ്പെട്ട് വരേണ്ടതില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് ജുമഅ ഒഴിവാക്കാം എന്ന് ശാഫിഈ മദ്ഹബിലും ഉണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രദേശം തന്നെ ഇല്ല. നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ ഒരു പ്രദേശം തന്നെ ഇല്ല. ആളുകൾ താമസിക്കാത്ത ഒരു നാടോ അതുപോലെ ദൂരെ നിന്ന് നടന്നു വരേണ്ട ഒരു പ്രശ്നമോ ഒന്നുമില്ല. അതുകൊണ്ട് ആ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ ഫർളായ ജുമഅ പെരുന്നാളിന്റെ അന്ന് നഷ്ടപ്പെടുത്തുന്ന ആളുകളെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാണ്? അല്ലാഹുവിന്റെ ദീനിനോട് അക്രമം ചെയ്യുന്നവർ. മുഅ്മിനീങ്ങൾ അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോകരുത്.